എൻ ജീവനിൽ ഭാഗം 29. താഴെ നിന്ന് ശ്രീകുട്ടി വീണ്ടും വിളിച്ചു. സഞ്ജു, ശ്രീദേവ്, എന്താ ഇവിടെ ഒരു മീറ്റിംഗ്? സഞ്ജീവ് ചിരിച്ചു. ഇങ്ങോട്ട് വാ. അവൾ രണ്ടുപേരെയും വിളിച്ചു. ആ വരാം, ശ്രീദേവ് പറഞ്ഞു. പക്ഷെ സഞ്ജീവ് അവൻ താഴേക്ക് പോകാൻ കുറച്ചു മടിച്ചു. ശ്രീദേവ് അത് ശ്രദ്ധിച്ചു. എന്താ? അവൻ ചോദിച്ചു. സഞ്ജീവ് ശാന്തമായി പറഞ്ഞു. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഈ പ്രശ്നങ്ങളെല്ലാം അവരിലേക്ക് എത്തുമോ എന്ന്. അങ്ങനെയെങ്കിൽ അവരുടെ സന്തോഷം. അവൻ അത്രയും പറഞ്ഞു നിർത്തി. അത് കേട്ട് ശ്രീദേവ് ചിരിച്ചു. അതൊരിക്കലും സംഭവിക്കില്ല. അവൻ സഞ്ജീവിന്റെ തോളിൽ കൈവച്ചു. കാരണം നാം ഇരുവരും ഉണ്ടല്ലോ അവരുടെ കൂടെ. അവസാനം ശ്രീദേവ് നേരെ താഴേക്ക് നടന്നു. ക്യാമ്പ് ഫയറിൽ അടുത്തെത്തി. എന്താ സഞ്ജു, എത്ര നേരമായി? ഇവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുന്നു, ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നേരെ സഞ്ജീവിന്റെ കൈ പിടിച്ചു. വാ. സഞ്ജീവ് ചിരിച്ചു. അവനെ അവരുടെ കൂട്ടത്തിലേക്ക് നിർത്തി. ക്യാമ്പ് ഫയർ, മലയിലെ തണുത്ത രാത്രിയിൽ തീയുടെ ചൂട്, ഗിറ്റാറിന്റെ ശബ്ദം. വിശ്വം പാട്ടു തുടങ്ങി. ദക്ഷയും കൈയടിച്ചു. ശ്രീകുട്ടി വീഡിയോ എടുത്തു. സഞ്ജീവ് ഒരു നിമിഷം എല്ലാം നോക്കി നിന്നു. അവന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രം. ഈ സന്തോഷം ആരും തകർക്കാൻ പാടില്ല. ഇപ്പോൾ താനും ഈ സന്തോഷത്തിന്റെ ഭാഗമാണ്. താനും ആഗ്രഹിക്കുന്നുണ്ട് ഈ സന്തോഷത്തിന്റെ കൂടെ കൂടാൻ. അതേസമയം തന്റെ വീട്ടിൽ നാഗേന്ദ്രൻ ഫോണിൽ ആരെയോ വിളിച്ച്, എനിക്കുറപ്പ് സഞ്ജീവിന്റെ സെർവറിൽ എന്തോ വലിയ രഹസ്യമുണ്ട്. അവന്റെ ശബ്ദത്തിൽ കടുപ്പമുണ്ടായിരുന്നു. അത് കണ്ടെത്തണം. ഫോണിന്റെ മറുവശത്ത് നിന്നുള്ള ശബ്ദം ചോദിച്ചു. അവൻ അറിഞ്ഞാൽ? നാഗേന്ദ്രൻ ചിരിച്ചു. അവനൊന്നും അറിയില്ല, ആത്മവിശ്വാസത്തോടെ അവൻ പറഞ്ഞു. പക്ഷേ വാഗമണ്ണിൽ സഞ്ജീവിന്റെ ലാപ്ടോപ്പിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ തെളിഞ്ഞു. അൺഓതറൈസ്ഡ് നെറ്റ്വർക്ക് അറ്റംപ്റ്റ് ഡിറ്റക്റ്റഡ്. സഞ്ജീവ് അത് നോക്കി. ശ്രീദേവ് ചോദിച്ചു, എന്തായി? സഞ്ജീവ് പതുക്കെ പറഞ്ഞു, അവൻ വീണ്ടും ശ്രമിക്കുന്നു. ശ്രീദേവിന്റെ കണ്ണുകൾ തെളിഞ്ഞു. ശരി, അപ്പോ കളി തുടങ്ങട്ടെ. വാഗമണ്ണിന്റെ രാത്രി കൂടുതൽ തണുത്തു. മലയ്ക്കിടയിൽ മഞ്ഞ് കട്ടിയായി പടർന്നു. റിസോർട്ടിന്റെ ഗാർഡനിൽ ക്യാമ്പ് ഫയറിന്റെ ചൂടും ചിരികളും ഇപ്പോഴും തുടരുകയാണ്. വിശ്വം ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്നു. ദക്ഷയുടെ കൈ പിടിച്ച് പാട്ടിൽ കൂടി ചേർന്നു. ശ്രീകുട്ടി ഫോണിൽ വീഡിയോ എടുത്ത് ചിരിക്കുന്നു. ആ സന്തോഷത്തിന്റെ നടുവിൽ ശ്രീദേവും സഞ്ജീവും ഒറ്റയ്ക്കൊരു കോണിൽ നിൽക്കുകയായിരുന്നു. സഞ്ജീവിന്റെ ഫോണിൽ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ തെളിഞ്ഞു. അവൻ സ്ക്രീനിൽ നോക്കി ചെറുതായി ചിരിച്ചു. വീണ്ടും ശ്രമിക്കുകയാണ് നാഗേന്ദ്രന്റെ ആളുകൾ, അവൻ പറഞ്ഞു. ശ്രീദേവ് കുനിഞ്ഞ് സ്ക്രീനിലേക്ക് നോക്കി. ഇതുവരെ അവൻ വിട്ടിട്ടില്ലല്ലേ? സഞ്ജീവ് തല കുനിച്ചു. വിടില്ല. കാരണം അവൻ കരുതുന്നത് അവിടെ എന്തെങ്കിലും വലിയൊരു രഹസ്യം ഉണ്ട് എന്നാണ്. അവൻ ലാപ്ടോപ്പ് തുറന്നു. സ്ക്രീനിൽ ഒരു പുതിയ സിസ്റ്റം തുറന്നു. ശ്രീദേവ് ചോദിച്ചു, ഇതെന്താണ്? സഞ്ജീവ് ശാന്തമായി തന്നെ പറഞ്ഞു, കുടുക്ക്. സഞ്ജീവ് കീബോർഡിൽ വേഗത്തിൽ ടൈപ്പ് ചെയ്തു. നാഗേന്ദ്രൻ അന്വേഷിക്കുന്നത് എന്താണ്? ശ്രീദേവിന്റെ ബിസിനസ് ഡാറ്റ. അതുകൊണ്ട് നാം അവന് അത് തന്നെയാകും കാണിക്കുക. ശ്രീദേവ് ചിരിച്ചു. പക്ഷേ അത് യഥാർത്ഥ ഡാറ്റ അല്ല, അവന് വേണ്ടതുപോലെ തോന്നുന്ന വ്യാജ ഫയലുകൾ. സഞ്ജീവ് വിശദീകരിച്ചു. അവൻ സെർവറിൽ കയറാൻ ശ്രമിച്ചു. ഈ ഫോൾഡർ തുറക്കും, അവൻ ഡൗൺലോഡ് ചെയ്യും, അവൻ അത് ഉപയോഗിക്കും. പക്ഷേ അവൻ അത്രയും പറഞ്ഞ് ചിരിച്ചു. അതിലെ ഓരോ ഫയലിലും അവന്റെ IP-യും സിസ്റ്റവും റെക്കോർഡ് ചെയ്യും. ശ്രീദേവിന്റെ കണ്ണുകളിൽ ആവേശം തെളിഞ്ഞു. അത് കോടതിയിൽ തെളിവാകും, സഞ്ജീവ് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകുട്ടി അവരെ വിളിച്ചു. എന്താ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ബിസിനസ് മീറ്റിംഗിലാണോ? അത് കേട്ട് വിശ്വം ചിരിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരൂ, അവിടെ പാട്ട് തുടങ്ങാൻ പോകുന്നു. സഞ്ജീവ് ലാപ്ടോപ്പ് അടച്ചു വെച്ചു. വരാം, അവൻ പറഞ്ഞു. പക്ഷെ അവന്റെ മനസ്സിൽ ഇപ്പോഴും നാഗേന്ദ്രന്റെ കളി നടക്കുകയായിരുന്നു. അവർ കൂട്ടത്തിലേക്ക് എത്തിയപ്പോൾ വിശ്വം ഗിറ്റാർ കൈമാറി. സഞ്ജു, നീ പാടണം. അത് കേട്ട് സഞ്ജീവ് ചിരിച്ചുകൊണ്ട്, ഞാനോ? അതെ, ഇന്ന് നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല, ദക്ഷ പറഞ്ഞു. എല്ലാവരും അത് കേട്ട് കൈയടിച്ചു. സഞ്ജീവ് ഒന്ന് മടിച്ചെങ്കിലും അവസാനം ഒരു പഴയ മലയാളം പാട്ട് പാടാൻ തുടങ്ങി. മലയിലൂടെ ആ ശബ്ദം പടർന്നു. ശ്രീകുട്ടി ശാന്തമായിട്ട് അവനെ നോക്കി. അവളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയായിരുന്നു, ഇവ മാറിയിട്ടുണ്ട്. അതേസമയം ഒരു ഫ്ലാറ്റിൽ നാഗേന്ദ്രൻ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നു. അവന്റെ അടുത്ത് രണ്ടാളുകൾ. സർ, സെർവറിൽ വീണ്ടും ആക്സസ് കിട്ടി, അവരിൽ ഒരാൾ പറഞ്ഞു. നാഗേന്ദ്രന്റെ കണ്ണുകൾ തെളിഞ്ഞു. ഓപ്പൺ ചെയ്യൂ. സ്ക്രീനിൽ ഒരു ഫോൾഡർ തുറന്നു. SRD കോൺഫിഡൻസ് ഫയൽ. നാഗേന്ദ്രൻ ചിരിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ
എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. അവൻ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവൻ അറിയാതെ ആ ഫയൽ തുറന്ന നിമിഷം ആ വാഗമണ്ണിലെ റിസോർട്ടിൽ സഞ്ജീവിന്റെ ലാപ്ടോപ്പിൽ ഒരു അലർട്ട് തെളിഞ്ഞു. ടാർഗറ്റ് ആക്സസ് ട്രാപ്പ് സെർവർ. സഞ്ജീവ് സ്ക്രീനിൽ നോക്കി. ശ്രീദേവ് വേഗം അടുത്തേക്ക് വന്നു. കിട്ടിയോ? അവൻ ചോദിച്ചു. സഞ്ജീവ് ശാന്തമായി ചിരിച്ചു. കിട്ടി. സ്ക്രീനിൽ ഒരു പുതിയ ലോഗ്. IP അഡ്രസ് നാഗേന്ദ്ര സിംഗ് നെറ്റ്വർക്ക്. ശ്രീദേവ് പതുക്കെ പറഞ്ഞു. അവൻ കുടുങ്ങി. പുതിയ കളി ഇവിടെ തുടങ്ങുകയാണ്. സഞ്ജീവ് പറഞ്ഞുകൊണ്ട് സ്ക്രീൻ അടച്ചു. ഇത് തുടക്കമാണ്. അവൻ ഈ ഡാറ്റ ഉപയോഗിക്കാൻ ശ്രമിക്കും. അപ്പോൾ? ശ്രീദേവ് ചോദിച്ചു. അപ്പോൾ? സഞ്ജീവ് ചിരിച്ചു. അവന്റെ കളി അവനേക്കാൾ മുമ്പ് നാം കളിക്കും. ക്യാമ്പ് ഫയർ പതുക്കെ കെടുത്തി എല്ലാവരും മുറികളിലേക്ക് മടങ്ങി. മലയിലൂടെ കാറ്റ് ശക്തമായി വീശി. നാഗേന്ദ്രൻ കരുതിയത് അവൻ ഒരു വലിയ രഹസ്യം കണ്ടെത്തിയെന്നാണ്. പക്ഷെ സത്യത്തിൽ അത് സഞ്ജീവിന്റെ കുടുക്കിൽ കുടുങ്ങുകയായിരുന്നു. വാഗമണിലെ പ്രഭാതം വീണ്ടും പിറന്നു. മലയിടുക്കിൽ സൂര്യന്റെ വെളിച്ചം പതുക്കെ കയറിക്കൊണ്ടിരുന്നു. റിസോർട്ടിന്റെ ബാൽക്കണിയിൽ കാപ്പിക്കപ്പ് പിടിച്ചുകൊണ്ട് സഞ്ജീവ് നിൽക്കുകയായിരുന്നു. അവന്റെ മുന്നിൽ ലാപ്ടോപ്പ് തുറന്നിരുന്നു. സ്ക്രീനിൽ ഒരു റിപ്പോർട്ട്. നാഗേന്ദ്ര സിൻഹ ഡാറ്റ ആക്സസ് ലോഗ്. അവൻ ഇന്നലെ രാത്രി ഡൗൺലോഡ് ചെയ്ത എല്ലാ ഫയലും എപ്പോൾ തുറന്നു എന്ന് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രീദേവ് അവന്റെ അടുത്തേക്ക് വന്നു. എന്താ പുതിയ വാർത്ത? അവൻ ചോദിച്ചു. സഞ്ജീവ് ചെറുതായി ഒന്ന് ചിരിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. അവൻ കുടുക്കിൽ വീണു. നാഗേന്ദ്രന്റെ വലിയ നീക്കം. തന്റെ ഓഫീസിൽ നാഗേന്ദ്രൻ അതിയായ ആവേശത്തിലായിരുന്നു. അവന്റെ മുന്നിൽ ഒരു വലിയ മീറ്റിംഗ്. ചില ബിസിനസ് പാർട്ട്നേഴ്സ്, 2 ഫിനാൻഷ്യൽ അഡ്വൈസർമാർ. അവൻ ലാപ്ടോപ്പ് തുറന്നു പറഞ്ഞു. എനിക്ക് SRD ഗ്രൂപ്പിന്റെ ചില രഹസ്യ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി. സ്ക്രീനിലെ ഫയൽ തുറന്നു. അതിൽ കാണുന്നത് SRD ഗ്രൂപ്പിന്റെ സാമ്പത്തിക ഇടപാടുകൾ, വിദേശ അക്കൗണ്ടുകൾ, ചില സംശയാസ്പദമായ ട്രാൻസാക്ഷനുകൾ. നാഗേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഇത് പുറത്തുവിട്ടാൽ ശ്രീദേവിന്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നു പോകും. നിങ്ങൾക്ക് ഉറപ്പാണോ ഇതെല്ലാം ശരിയായ ഡാറ്റ ആണെന്ന്? ഒരു പാർട്ട്ണർ ചോദിച്ചു. നാഗേന്ദ്രൻ ചിരിച്ചു. ഇത് എനിക്ക് സഞ്ജീവിന്റെ സെർവറിൽ നിന്നാണ് കിട്ടിയത്. അതിനേക്കാൾ വിശ്വസനീയമായത് വേറെ എന്താണ്? പക്ഷേ അവൻ അറിയാതെ ആ ഫയലുകൾ തുറന്ന നിമിഷം ഒരു ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് സിസ്റ്റം പ്രവർത്തിച്ചു. അവൻ ഫയലുകൾ 3 ആളുകൾക്ക് അയച്ചു. ഒരു മീഡിയ കോൺട്രാക്ട്, ഒരു ബിസിനസ് ഗ്രൂപ്പ്, ഒരു ലീഗൽ അഡ്വൈസർ. അവരുടെ എല്ലാ സിസ്റ്റങ്ങളിലും ഇത് രേഖപ്പെട്ടു. വാഗമണ്ണിൽ സഞ്ജീവിന്റെ ലാപ്ടോപ്പിൽ പുതിയ അലർട്ടുകൾ തെളിഞ്ഞു. ശ്രീദേവ് ചോദിച്ചു. അവൻ എന്താ ചെയ്തത്? സഞ്ജീവ് ചിരിച്ചു. അവൻ ഡാറ്റ ഷെയർ ചെയ്തു. ഇപ്പോൾ അവൻ ഔദ്യോഗികമായി കോർപ്പറേറ്റ് സ്പൈയിങ് ചെയ്തതായി തെളിഞ്ഞു. അന്ന് വൈകുന്നേരം നാഗേന്ദ്രന്റെ ഓഫീസിലേക്ക് 2 ആളുകൾ എത്തി. അവർ പരിചയപ്പെടുത്തി. സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. നാഗേന്ദ്രന്റെ മുഖം മാറി. എന്താ പ്രശ്നം? അവൻ ശാന്തമായി പറഞ്ഞു. ഒരു കമ്പനിയുടെ സെർവറിൽ അനധികൃതമായി കയറി ഡാറ്റ മോഷ്ടിച്ചതായി പരാതി ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഡാറ്റ നിങ്ങൾ മറ്റാളുകൾക്ക് അയച്ചതിന്റെ തെളിവുമുണ്ട്. നാഗേന്ദ്രന്റെ ഹൃദയം ഒരു നിമിഷം നിൽക്കുന്നത് പോലെ തോന്നി. അതേസമയം വാഗമണ്ണിൽ സഞ്ജീവ് ആ വാർത്ത കേട്ടപ്പോൾ ലാപ്ടോപ്പ് അടച്ചു. ശ്രീദേവ് അവനെ നോക്കി. ഇതൊക്കെ നീ മുൻകൂട്ടി പ്ലാൻ ചെയ്തല്ലേ? സഞ്ജീവ് ചിരിച്ചു. അവൻ തന്നെ അവന്റെ കുഴി കുഴിച്ചു. പക്ഷേ അപ്പോൾ സഞ്ജീവിന്റെ ഫോൺ വീണ്ടും മുഴങ്ങി. അവൻ കോൾ എടുത്തു. ഹലോ. അവൻ കുറച്ചു നിമിഷം മിണ്ടാതെ കേട്ടു. ശ്രീദേവ് അവന്റെ മുഖം നോക്കി. കോൾ അവസാനിച്ചപ്പോൾ സഞ്ജീവിന്റെ മുഖം ഗൗരവമായി. എന്തു സംഭവിച്ചു? ശ്രീദേവ് ചോദിച്ചു. സഞ്ജീവ് പതുക്കെ പറഞ്ഞു. നാഗേന്ദ്രൻ ഈ ഡാറ്റ അന്വേഷിച്ചത് വെറുതെയല്ല. അവന്റെ അച്ഛൻ അശോക് സിൻഹ. അവൻ ഒരു നിമിഷം നിശബ്ദമായി. അവൻ അന്വേഷിക്കുന്നത് നിന്റെ ബിസിനസ് അല്ല. ശ്രീദേവ് ആശ്ചര്യത്തോടെ നോക്കി. അപ്പോൾ? സഞ്ജീവ് പതിയെ പറഞ്ഞു. നിന്റെ കുടുംബത്തിന്റെ പഴയ കുറച്ച് കാര്യങ്ങളാണ്. ശ്രീദേവിന്റെ കണ്ണുകൾ കടുപ്പമായി. എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? സഞ്ജീവ് ലാപ്ടോപ്പ് വീണ്ടും തുറന്നു. ഒരു പഴയ ഫയൽ, ഒരു പഴയ കേസ്, ഒരു പേര്, ശക്തിദേവ്. കേസ് ഫയൽ 20 years ago. ശ്രീദേവിന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അത് എന്റെ മുത്തച്ഛന്റെ കേസ്? സഞ്ജീവ് പതുക്കെ പറഞ്ഞു. അതെ, നാഗേന്ദ്രനും അവന്റെ അച്ഛനും ഇത് അന്വേഷിക്കുന്നുണ്ട്. ശ്രീദേവ് നിശ്ചലമായി നിന്നു. എന്തിന്? സഞ്ജീവ് ശാന്തമായി പറഞ്ഞു. കാരണം ആ കേസിൽ ഒരു വലിയ രഹസ്യമുണ്ടാകണം. അത് പുറത്തു വന്നാൽ
അവന്റെ വാക്ക് നിർത്തി. ശ്രീദേവ് ചോദിച്ചു, എന്തു സംഭവിക്കും? സഞ്ജീവ് പതുക്കെ പറഞ്ഞു, നിന്റെ കുടുംബത്തെക്കുറിച്ച് ഇതുവരെ ആരും അറിയാത്ത ഒരു സത്യം പുറത്തു വരാം. മലയിലൂടെ വീണ്ടും കാറ്റ് വീശി. ശ്രീദേവ് ദൂരത്തോട്ട് നോക്കി നിന്നു. അവന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രം. ഇത്രയും വർഷം മറച്ചുവെച്ചത് എന്താണ്? സഞ്ജീവ് പതുക്കെ പറഞ്ഞു, നാഗേന്ദ്രൻ ഒരു കളി തുടങ്ങാൻ നോക്കി. പക്ഷെ ഇപ്പോൾ അവൻ ശ്രീദേവിനെ നോക്കി. നമ്മൾ അറിയേണ്ട സത്യം പുറത്തു വരാൻ പോകുന്നു. വാഗമണ്ണിലെ രാത്രി വീണ്ടും കട്ടിയായിരുന്നു. റിസോർട്ടിന്റെ ബാൽക്കണിയിൽ നിന്നും മലയുടെ ദൂരക്കാഴ്ച നോക്കി നിൽക്കുകയായിരുന്നു ശ്രീദേവ്. കാറ്റ് ശക്തമായി വീശി. പക്ഷേ അവന്റെ മനസ്സിൽ ചിന്തകൾ അതിനേക്കാൾ ശക്തമായിരുന്നു. അടുത്തു നിന്ന സഞ്ജീവ് ലാപ്ടോപ്പ് തുറന്നു. നീ ചോദിച്ചതിന് ഉത്തരമുണ്ട്, അവൻ പറഞ്ഞു. നിന്റെ മുത്തശ്ശന്റെ കേസ്. ശ്രീദേവ് പതുക്കെ തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ ആശങ്കയും കൗതുകവും ചേർന്നിരുന്നു. 20 വർഷം മുമ്പ് നിന്റെ മുത്തശ്ശൻ ശക്തിദേവ് കേരളത്തിലെ ഏറ്റവും മാന്യനായ ബിസിനസ് വ്യക്തികളിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കമ്പനികൾ വേഗത്തിൽ വളർന്നു. സത്യസന്ധതയും വിശ്വാസവും കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് വളർന്നത്. പക്ഷേ അതേസമയം ചില ആളുകൾക്ക് അദ്ദേഹത്തിന്റെ വളർച്ച അസ്വസ്ഥയായി. അവരിൽ പ്രധാന ആളായിരുന്നു അശോക് സിൻഹ. അശോക് സിൻഹ അന്നത്തെ കാലത്ത് ഉത്തരേന്ത്യയിലെ വലിയ ബിസിനസ് നെറ്റ്വർക്കിന്റെ ഭാഗമായിരുന്നു. പക്ഷെ അയാളുടെ സ്വഭാവം വേറെയായിരുന്നു. വളരാൻ അവൻ ഇഷ്ടപ്പെട്ടത് സ്വന്തം പരിശ്രമത്തിലല്ല, മറ്റുള്ളവരുടെ സമ്പാദ്യം സ്വന്തമാക്കിയാണ്. ശക്തിദേവിന്റെ കമ്പനി അവൻ കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉത്തരേന്ത്യയിൽ ഉള്ള കമ്പനി നേരിട്ട് വാങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ശ്രീറാം വർമ്മ ആ ഓഫർ നിരസിച്ചു. ആ നിരസനം അശോക് സിൻഹയെ ദേഷ്യത്തിലാക്കി. അവൻ ഒരു പദ്ധതി തയ്യാറാക്കി. ശക്തിദേവിന്റെ കമ്പനിയുടെ സാമ്പത്തിക രേഖകൾക്കിടയിൽ വ്യാജ ഇടപാടുകൾ ചേർത്തു. ഒരു ദിവസം ഇൻകം ടാക്സ് റെയ്ഡ് വന്നു. മാധ്യമങ്ങളിൽ വാർത്ത പരന്നു, ശക്തിദേവിന്റെ കമ്പനിയിൽ സാമ്പത്തിക തട്ടിപ്പ്. ശ്രീദേവ് ഇതെല്ലാം മിണ്ടാതെ നിന്ന് കേട്ടു. എനിക്ക് ഓർമ്മയുണ്ട്, അവൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് മുത്തച്ഛൻ വളരെ വിഷമിച്ചിരുന്നു. സഞ്ജീവ് തല കുലുക്കി. അതെ, കാരണം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലായിരുന്നു. അവൻ ഫയൽ ഒരു പഴയ റിപ്പോർട്ട് തുറന്നു. അന്വേഷണത്തിൽ ശക്തിദേവ് നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കമ്പനിയുടെ പേരിന് കേടുപാടുകൾ വന്നു. ബിസിനസ് ഇടിവ് വന്നു. മുത്തച്ഛന്റെ ആരോഗ്യം പോലും തകരാൻ തുടങ്ങി. ശ്രീദേവ് കണ്ണുകൾ അടച്ചു. അവൻ ആ കാലത്തെ ഓർമ്മിപ്പിച്ചു. പക്ഷേ സഞ്ജീവ് തുടർന്നു. അന്നത്തെ അന്വേഷണത്തിൽ ഒരു കാര്യം തെളിഞ്ഞില്ല, ആ വ്യാജരേഖകൾ ആരാണ് ഉണ്ടാക്കിയത് എന്ന്. അത് കേട്ടതും ശ്രീദേവ് സഞ്ജീവിനെ നോക്കി. അത് അശോക് സിൻഹയാണെന്ന് തെളിവുണ്ടോ? ശ്രീദേവ് ചോദിച്ചു. സഞ്ജീവ് ശാന്തമായി പറഞ്ഞു, ഇപ്പോൾ ഉണ്ട്. അവൻ മറ്റൊരു ഫയൽ തുറന്നു. പഴയൊരു ഇമെയിൽ റെക്കോർഡുകൾ, പഴയ ബാങ്ക് ഇടപാടുകൾ, ഒരു ഇടനിലക്കാരന്റെ പേര്. ഇവയെല്ലാം അശോക് സിൻഹയുടെ ആളിലേക്ക് ആണ് എത്തുന്നത്. അപ്പോൾ നാഗേന്ദ്രന്റെ ലക്ഷ്യം? ശ്രീദേവ് പതുക്കെ ചോദിച്ചു. അപ്പോൾ നാഗേന്ദ്രൻ എന്തിന് ഇതൊക്കെ അന്വേഷിക്കുന്നു? സഞ്ജീവ് മറുപടി നൽകി. കാരണം അവന്റെ അച്ഛന്റെ ആ പഴയ സത്യം പുറത്തു വരുമോ എന്ന് ഭയപ്പെടുന്നു. അതിനാൽ നിന്റെ കുടുംബത്തെ വീണ്ടും പ്രശ്നത്തിലാക്കാൻ അവൻ പുതിയ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതേസമയം നഗരത്തിലെ തന്റെ വീട്ടിൽ നാഗേന്ദ്രൻ കോപത്തോടെ നടക്കുകയായിരുന്നു. സൈബർ ക്രൈം അന്വേഷണം അവനെ ചോദ്യം ചെയ്തിരിക്കുന്നു. അവൻ അച്ഛനോട് ഫോൺ ചെയ്ത് സംസാരിച്ചു. അവരാണ് എന്നെ കുടുക്കിയത്, അവൻ പറഞ്ഞു. അശോക് സിൻഹ ശാന്തമായി കേട്ടു. അപ്പോൾ തിരിച്ചടി കൊടുക്കണം, അയാൾ പറഞ്ഞു. എങ്ങനെ? നാഗേന്ദ്രൻ ചോദിച്ചു. അശോക് സിൻഹയുടെ ശബ്ദം തണുത്തിരുന്നു. ശ്രീദേവിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അവന്റെ ബിസിനസ് അല്ല, അവന്റെ പേര്. അത് തകർക്കണം, അശോക് സിൻഹ പറഞ്ഞു. 20 വർഷം പഴക്കമുള്ള ആ കേസ് വീണ്ടും തുറക്കണം, പുതിയ തെളിവുകൾ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും കരുതും ശക്തിദേവ് ശരിക്കും കുറ്റക്കാരനാണെന്ന്. നാഗേന്ദ്രന്റെ കണ്ണുകൾ തെളിഞ്ഞു. അപ്പോൾ ശ്രീദേവിന്റെ ബിസിനസ് തകർന്നു പോകും, അശോക് സിൻഹ പറഞ്ഞു. അതുമാത്രമല്ല, അവൻ തന്റെ മുത്തച്ഛനെ കുറിച്ച് സംശയിക്കാനും തുടങ്ങും. ഗൂഢമായ ഒരു ചിരിയോടെ അശോക് സിൻഹ പറഞ്ഞു. വാഗമണ്ണിലെ ബാൽക്കണിയിൽ ശ്രീദേവ് മിണ്ടാതെ നിന്നു. സഞ്ജീവ് പറഞ്ഞു, ഇത് ബിസിനസ് പോരാട്ടം മാത്രമല്ല, ഇത് നിന്റെ കുടുംബത്തിന്റെ മാനത്തിന്റെ പോരാട്ടമാണ്. ശ്രീദേവിന്റെ കണ്ണുകളിൽ ഉറച്ച ഒരു തീരുമാനമുണ്ടായി. അവൻ എന്റെ മുത്തച്ഛന്റെ പേരിൽ വീണ്ടും കളിക്കാനാണോ നോക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. സഞ്ജീവ് അവനെ നോക്കി ചിരിച്ചു. അതെ, ഇത് അവസാനിപ്പിക്കാൻ സമയം എത്തിയിരിക്കുന്നു.
എന്നേക്കുമായിട്ട് വേണം ഇനി ഇത് അവസാനിപ്പിക്കാൻ. അല്ലാതെ വെറുതെ അവസാനിപ്പിച്ചാൽ വീണ്ടും ഇത് കുത്തിപ്പൊക്കും. അതുകൊണ്ട് ഇനി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഇതിനൊരു പുതിയ തുടർച്ച ഉണ്ടാകരുത്, സഞ്ജീവ് പറഞ്ഞു. അത് ശ്രീദേവും ശരിവെച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇനി അധികം ഭാഗങ്ങളില്ല, ഈ സ്റ്റോറി അവസാനിക്കാനായിട്ടുണ്ട്. എന്തായാലും പുതിയ സ്റ്റോറി വരുമ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഇടാം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. നിങ്ങളെപ്പോലെ തന്നെ ഇടയ്ക്കിടയ്ക്കിട്ട് ചെയ്യുമ്പോഴേ എൻ്റെ മൈൻഡിൽ നിന്നും ഈ സ്റ്റോറി പോകുന്നു. എന്തായാലും സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.